ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ S&P 500ഉം നാസ്ഡാക്കും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സും സ്ലൈറ്റ്ലി വീക്കാണ്. റസൽ 2000 ഇൻഡെക്സും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ടെസ്ല ഇന്നലെ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. മെറ്റ പ്ലാറ്റ്ഫോമാണ് ഇന്നലെ കാര്യമായിട്ട് മുന്നേറിയിട്ടുള്ള മറ്റൊരു ടെക്നോളജി സ്റ്റോക്ക്. മെറ്റയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.98 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ മെറ്റയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2 ട്രില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയിൽ പുറത്തു വന്നിട്ടുള്ള IIP ഡാറ്റ, മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഒപ്പം US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇന്നാണ് അമേരിക്കയിൽ US ഫെഡിൻ്റെ 2 ദിവസത്തെ മീറ്റിംഗ് എൻഡ് ചെയ്യുന്നത്. ഇന്ന് രാത്രി 2 PM അമേരിക്കയിൽ US ഫെഡിൻ്റെ ഡിസിഷൻ അനൗൺസ്മെൻറ്റ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നാളെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതേസമയം അമേരിക്കയിലെ ഈ അനൗൺസ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം 3 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. 0.25% നിരക്കിലാണ് എല്ലാവരും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറിച്ച് 0.5% നിരക്കിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നീജർക്ക് പോസിറ്റീവ് റിയാക്ഷൻ അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് എമർജിംഗ് മാർക്കറ്റുകളിലും ഗോൾഡിൻ്റെ കാര്യത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് US ഫെഡിൻ്റെ ഡിസിഷന് വേണ്ടി കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇന്നലെ യൂറോപ്പ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീണ്ടും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഹോങ്കോങ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല മുന്നേറ്റമാണ് ഇന്നലെ കണ്ടത്. നിഫ്റ്റിയും സെൻസസും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമോഡിറ്റികളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. $3696.1 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3678 പെർ ഔൺസിനാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സിൽവർ ഇന്നലെ വീണ്ടും പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $42.68 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത 14-year ഹൈ. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ ഇന്നലെ 15-month ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഈ കമോഡിറ്റികളൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലാണ് ഇന്ന് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. $68.45 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസും ബെറ്ററാണ്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 88.04 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹോങ്കോങ് മാർക്കറ്റ് ഇന്ന് പുതിയ 52 വീക്ക് ഹൈ ഹീറ്റ് ചെയ്ത് 52 വീക്ക് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ മാർക്കറ്റുകളും ബെറ്ററാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ ചൈനീസ് ഗവൺമെൻറ് മിനി സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റ് നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ചൈനീസ് മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും US ട്രേഡ് ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്നലത്തെ ഡിസ്കഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ടോക്കുകളും നടന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് നമ്മളെ സംബന്ധിച്ച്. ഇന്ത്യ US ട്രേഡ് ടോക്ക് സക്സസ് ആവും. അതേസമയം ഇന്നലത്തെ ടോക്കിലും ഇന്ത്യയുടെ സ്റ്റാൻഡിൽ നിന്ന് ഇന്ത്യ വ്യതിചലിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ട്രേഡ് ടോക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യണമെങ്കിൽ ഒക്ടോബർ നവംബർ വരെ കാത്തിരിക്കേണ്ടി വരും. അതിനു മുമ്പ് ഒരു പക്ഷേ ട്രംപ് അഡീഷണൽ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റിലൊക്കെ ചില റിലാക്സേഷൻ വരുത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ബയാസിൽ
ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അടുത്ത ദിവസങ്ങളിൽ ട്രംപ് അഡീഷണൽ താരിഫ് മെഷേഴ്സൊക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസും നല്ല രീതിയിലൊക്കെ മുന്നേറിയേക്കാം. ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും അല്ലെങ്കിൽ ദീപാവലിയോടുകൂടി നിഫ്റ്റിയും സെൻസസും ഒക്കെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തേക്കാം. അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ LNT ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്സ് സ്റ്റോക്ക്. വലിയ രീതിയിലുള്ള ഓർഡർ ബാഗിങ് ന്യൂസ് ഫ്ലോസ് ആണ് LNTയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ സുസ്ലോൺ 838 മെഗാവാട്ട് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ടാറ്റ പവറിൽ നിന്നാണ്. അതിനു മുമ്പും ടാറ്റ പവറിൽ നിന്നൊരു ലാർജ് ഓർഡർ ബാഗ് ചെയ്തിരുന്നു. സുസ്ലോനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. TVS ഹോൾഡിങ്സ്, പഴയ സുന്ദരം ഹോൾഡിങ്സ് ആണ്. നോൺ കൺവെർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ ഡിസിഡെടുക്കുകയാണ്. ഇക്വിറ്റി ക്യാപിറ്റലിൽ ഒന്നും ഓൾട്ടറേഷൻ വരില്ല. അതേസമയം ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് മോഡലിൽ ബോണസ് ഷെയർ ഇഷ്യൂ ആണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട്. മഹീന്ദ്ര ലൈഫ് സ്പേസസ് 2 പ്രൊജക്റ്റുകൾ ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. 1700 കോടി രൂപ വർത്ത് പ്രൊജക്റ്റുകളാണ്. പോസിറ്റീവ് ന്യൂസാണ്. റെയിൽടെല് വീണ്ടും 2 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. 106 കോടി രൂപയുടെ ഓർഡർ, അതുപോലെ തന്നെ 57 കോടി രൂപയുടെ ഓർഡറാണ് മറ്റൊരു ഓർഡർ ഉള്ളത്. മിനിഞ്ഞാന്നും റെയിൽടെല് ബീഹാറിൽ നിന്ന് വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിരുന്നു. റെയിൽടെലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ആംബർ എൻ്റർപ്രൈസസ് QIP ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 7790.88 രൂപ പെർ ഷെയർ ആണ്. അവാൻഡിൽ 9.92 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ നിന്നാണ്. LIC ടെക് മഹീന്ദ്രയിൽ അവരുടെ സ്റ്റേക്ക് 8.84% നിന്ന് 10.84% ഉയർത്തിയിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് 712 കോടി രൂപ വരെ അഡീഷണൽ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് 168 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി പവർ 11.5 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പിഡിലൈറ്റ് റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 23 ആണ്. ബോണസിന് വേണ്ടിയാണ്. 1:1 ആണ് ബോണസ് റേഷ്യോ വരുന്നത്. റോട്ടോ പമ്പ്സ് 7.25 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെയും വാങ്ങിയിട്ടുള്ളത് NCC അതുപോലെ തന്നെ ഉഷ മാർട്ടിൻ, ഈ 2 സ്റ്റോക്കുകളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ജിൻഡാൽ സ്റ്റീലിൻ്റെ ഇൻ്റർനാഷണൽ യൂണിറ്റ്, ഇൻ്റർനാഷണൽ സബ്സിഡറി തൈസൺ ക്രൂപ്പ് സ്റ്റീൽ യൂറോപ്പ് അക്യൂർ ചെയ്യാനുള്ള പ്ലാനിലാണ്. അറൗണ്ട് 3-4 ബില്യൺ യൂറോ വരുന്നൊരു ഡീലാണ്. ബിഗസ്റ്റ് ഡീലാണ്. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഡീലുകളിൽ ഇത് നടക്കുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ഇനീഷ്യലായിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. എങ്ങനെയാണ് അതിൻ്റെ ഫണ്ടിങ് നടത്താൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കാം ജിൻഡാൽ സ്റ്റീലിൻ്റെ സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്. ABB ഏഷ്യയിൽ വലിയ രീതിയിലുള്ള സ്പെൻഡിങ് ആണ് പവർ സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാറ്റാ സെൻറ്റർ എക്സ്പാൻഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ, അതുപോലെ തന്നെ പവർ ഗ്രിഡ് എക്സ്പാൻഷനൊക്കെ നടക്കുകയാണ് വലിയ രീതിയിൽ. ABBക്കാണ് അറൗണ്ട് 20-25% ഓർഡേഴ്സ് കിട്ടിയിരിക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ABBനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ABB ലിമിറ്റഡിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നത് അടുത്ത മാസങ്ങളിൽ ABB റോബോട്ടിക് ഡിവിഷൻ ഡീമർജ് ചെയ്യാണ്. അങ്ങനെ ഡീമർജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡീമർജർ ഗെയിനും കൂടി ABB സ്റ്റോക്കിൽ ഇന്ത്യയിൽ ലഭിച്ചേക്കാം. ഓവറോൾ ABBനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. 52 വീക്ക് ഹൈനേക്കാളും വളരെ താഴെയാണ് ABB ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു പവർ റിലേറ്റഡ് സ്റ്റോക്കാണ് ABB. വേദാന്തയുടെ NCLT വെർഡിക്റ്റ് ഇന്നാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇഷ്യൂസും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. വേദാന്തയുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് വെർഡിക്റ്റ് അല്ലെങ്കിൽ ഫേവറബിൾ വെർഡിക്റ്റ് വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ വേദാന്തയുടെ ഡീമർജർ അടുത്ത മാസങ്ങളിൽ റെക്കോർഡ് ഡേറ്റൊക്കെ വന്നേക്കാം. വേദാന്തനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ഒപ്പം കോപ്പർ, അലുമിനിയം, സിങ്ക്, സിൽവർ ഈ കമോഡിറ്റികളൊക്കെ വലിയ രീതിയിൽ മുന്നേറാണ്. ഗ്ലോബലി കമോഡിറ്റികൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് വേദാന്ത. അപ്പോൾ ഇന്ന് NCLT മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCLT വെർഡിക്റ്റ് ഫേവറബിൾ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഓവറോൾ നിന്ന് നമ്മളൊരു പോസിറ്റീവ് ബയാസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പക്ഷേ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടഫ് അനൗൺസ്മെൻറ്റുകളിലൊക്കെ മാറ്റം വരുത്തിയേക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ബയാസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്റ്റിമിസത്തോടു കൂടി നമുക്ക് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. ഒപ്പം വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു വൊളാറ്റിലിറ്റിയൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടേക്കാം. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷനൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.